നമസ്കാരം. ചൊവ്വാഴ്ച വൈകിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ നീണ്ട ഫോൺ സംഭാഷണത്തിന് ശേഷം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈനുമായി ഒരു മാസത്തെ വെടിനിർത്തലിന് സമ്മതിച്ചതായിട്ടാണ് റിപ്പോർട്ട്. ഈ കാലയളവിൽ യുക്രൈന്റെ ഊർജവും അടിസ്ഥാന സൗകര്യങ്ങളും ഒന്നും തന്നെ ആക്രമിക്കപ്പെടില്ലെന്നും പുടിൻ പറഞ്ഞു. സമാധാനത്തിലേക്കുള്ള ആദ്യ പടിയെന്നാണ് അമേരിക്ക ഇതിനെ വിശേഷിപ്പിച്ചത്. കരിങ്കടലിലെ പോരാട്ടത്തിന് സ്ഥിരമായ ഒരു അറുതി വരുത്തുന്നതിനും വെടിനിർത്തലിനും ഇത് വഴിയൊരുക്കുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. ഈ സംഘർഷം ശാശ്വത സമാധാനത്തോടെ അവസാനിക്കേണ്ടതുണ്ടെന്ന് രണ്ട് നേതാക്കളും സമ്മതിച്ചു. ഈ യുദ്ധത്തിൽ യുക്രൈനും റഷ്യയും ചെലവഴിച്ച രക്തവും പണവും അവരുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കായി ചെലവഴിക്കുന്നതാണ് നല്ലതെന്ന് ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷം വൈറ്റ് ഹൗസ് പ്രസ്താവനയിൽ പറഞ്ഞു. വെടിനിർത്തലിന്റെ നിബന്ധനകളെയും പോയിന്റുകളെയും കുറിച്ചുള്ള ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു. സംഭാഷണത്തിനിടെ റഷ്യയും യുക്രൈനും ബുധനാഴ്ച 175 യുദ്ധ തടവുകാരെ വെച്ച് കൈമാറുമെന്ന് പുടിൻ ട്രംപിനോട് പറഞ്ഞു. ഇതോടൊപ്പം ഗുരുതരമായി പരിക്കേറ്റ 23 സൈനികരെയും റഷ്യ യുക്രൈന് കൈമാറും. കൂടുതൽ യുദ്ധം നടത്താൻ ധൈര്യപ്പെടുന്നത് തടയാൻ യുക്രൈനുള്ള വിദേശ സൈനിക രഹസ്യാന്വേഷണ സഹായങ്ങൾ നിർത്തണമെന്ന് പുടിൻ ട്രംപിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. പ്രസ്താവന പ്രകാരം യുക്രൈൻ നാറ്റോ സൈനിക സഖ്യത്തിൽ ചേരുന്നത് വിസമ്മതിക്കണമെന്നും സൈന്യത്തെ ഗണ്യമായി കുറയ്ക്കണമെന്നും റഷ്യൻ ഭാഷയും സംസ്കാരവും സംരക്ഷിക്കണമെന്നും റഷ്യൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തെ മോസ്കോയുടെ സ്വാധീനത്തിൽ നിലനിർത്താൻ ഇത് സഹായകമാകും. അതേസമയം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു കരാറായി യുക്രൈനും റഷ്യയും തമ്മിൽ ചില ആസ്തികൾ വിഭജിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ട്രംപ് പുടിനുമായുള്ള തന്റെ ബന്ധത്തെ പ്രശംസിക്കുകയും റഷ്യയുടെ പ്രകോപനമില്ലാതെ അധിനിവേശത്തിന് യുക്രൈനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഇതോടൊപ്പം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള യൂറോപ്പിലെ ഏറ്റവും വലിയ കരയുദ്ധം അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോയതായും സെലൻസ്കിക്കെതിരെ ആരോപണമുയർന്നു. റഷ്യ യുക്രൈന്റെ കിഴക്കൻ ഭാഗങ്ങൾ പിടിച്ചടക്കിയതിനു ശേഷം കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ യുക്രൈനിയൻ സൈന്യം അതിർത്തി കടന്ന് റഷ്യയിലെ കുർസ്ക് മേഖലയിൽ വലിയ ആക്രമണം നടത്തിയിരുന്നു. ഇതോടൊപ്പം ഏകദേശം 1300 ചതുരശ്ര കിലോമീറ്റർ ഭൂമിയും പിടിച്ചെടുത്തു. ട്രംപിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് യുക്രൈനിയൻ ഉദ്യോഗസ്ഥർ ഈ മാസം സൗദി അറേബ്യയിൽ ഒരു US പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ സംബന്ധിച്ച കരാറുണ്ടായത്. കരിങ്കടലിന്റെ സൈനികവൽക്കരണം അവസാനിപ്പിക്കുക, ദീർഘദൂര മിസൈൽ ആക്രമണങ്ങൾ നിർത്തുക, തടവുകാരെ മോചിപ്പിക്കുക എന്നിവ ഉൾപ്പെടുന്ന പരിമിതമായ വെടിനിർത്തൽ യോഗം നിർദ്ദേശിച്ചു. കഴിഞ്ഞ ആഴ്ച ആദ്യം US നിർദ്ദേശത്തോടെ തത്വത്തിൽ യോജിക്കുന്നുവെന്ന് പുടിൻ പറഞ്ഞിരുന്നു. എന്നാൽ ശത്രുതയിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്ന ഈ സമയം വീണ്ടും ആയുധം സജ്ജീകരിക്കാനും സമാഹരണം തുടരാനും യുക്രൈൻ ഉപയോഗിക്കില്ലെന്ന് റഷ്യ ഉറപ്പു തേടുമെന്ന് അദ്ദേഹം പറഞ്ഞു. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് ശേഷം പന്ത് യുക്രൈന്റെ കോർട്ടിലാണ്. വെടിനിർത്തൽ വ്യവസ്ഥകൾ സംബന്ധിച്ച് ഇരുപക്ഷവും തമ്മിൽ ഉടൻ ചർച്ചകൾ ആരംഭിക്കും. റഷ്യയുടെ നിബന്ധനകൾ സെലൻസ്കി അംഗീകരിച്ചാൽ അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇരുപക്ഷവും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചേക്കാം. നന്ദി.